സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശ്രീലങ്കയിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. അനുരകുമാര ദസനായക എന്ന് പറയുന്ന ജനതാ വിമുക്തി പെരമുനയുടെ ആ പാർട്ടി ഉൾക്കൊള്ളുന്ന വിശാലമായ സോഷ്യലിസ്റ്റ് സഖ്യത്തിൻ്റെ നേതാവ്, അദ്ദേഹം ശ്രീലങ്കയുടെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ 50% പോൾ ചെയ്തതിൻ്റെ 50%-ലധികം വോട്ട് നേടിയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് ഒരു ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൻ്റെ ദിശാമാറ്റത്തിൻ്റെ സൂചകമായി വിശേഷിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്ക ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ക്രൈസിസിൻ്റെ, സാമ്പത്തിക പ്രതിസന്ധിയുടെ, അതുണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ പ്രതിസന്ധിയുടെ ഒക്കെ ഫലമായി സംഭവിച്ച ഒരു രാഷ്ട്രീയ മാറ്റമാണ് എന്ന് വിശകലനം ചെയ്യുന്നവരും ഉണ്ട്. നമുക്കൊപ്പമുള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണിയാണ്. അദ്ദേഹം കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൻ്റെ മുൻ മേധാവിയായിരുന്നു. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞാൻ ചോദിക്കുന്നതാണ്, ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ അനുരകുമാര ദസനായകയുടെ വിജയം, അത് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതി മാറുന്നതിൻ്റെ സൂചനയായിട്ട് കാണണോ, അതോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ക്രൈസിസിൽ നിന്ന് അതിനൊരു മാറ്റം, ആ ക്രൈസിസിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകണം എന്ന് അവിടുത്തെ ജനം തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങനെ കാണണോ നമ്മൾ? രണ്ടും കൂടെ ചേർത്ത് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്ന്, അവിടെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായ ഒരു ചേണി, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ നിന്നകത്തുനിന്ന് ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധി പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരു പരിധിവരെ അപ്രസക്തമാക്കി. അതുകൊണ്ടാണ് ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയും അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ മഹിന്ദ രാജപക്സയുടെ SLF PP-യും പിന്നെ റനിൽ വിക്രമസിംഘയുടെ UNP-യും ഒക്കെ അപ്രസക്തമായി എന്ന് തന്നെ പറയാം. കാരണം UNP-യിൽ നിന്ന് പിളർന്നു മാറിയ സമഗി ജനവേഗയ എന്ന് പറയുന്ന പാർട്ടിയുടെ, പ്രേമദാസയുടെ പാർട്ടി പുതിയ പാർട്ടിയാണ് താരതമ്യേന. അതുപോലെ തന്നെ ഈ 2019 തെരഞ്ഞെടുപ്പിൽ വെറും 3% വോട്ട് മാത്രം കിട്ടിയ പാർട്ടിയായിരുന്നു JVP. അപ്പോൾ അങ്ങനെയുള്ള വളരെ പിന്നിൽ നിന്ന പാർട്ടികൾ പുതിയതായിട്ട് രംഗപ്രവേശം ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചത് പരമ്പരാഗതമായി അവിടെ നിന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ജനങ്ങൾക്കുണ്ടായ വിശ്വാസ നഷ്ടം തന്നെയാണ്. അതിൻ്റെ കാരണക്കാർ അവർ തന്നെയാണ്. നമുക്കറിയാം 2022-ലുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി, അതിൻ്റെ കാരണക്കാരായി നിന്ന രാജപക്സമാരുടെ ദുർനടപടികൾ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വന്നത്. അത് എപ്രകാരം ഈ പുതുതായി അധികാരത്തിൽ വന്ന ദിസനായകെ എപ്രകാരം ഈ അവസരം ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പുതിയതായി രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. റൈറ്റ്. നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, 2019 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ദസനായക മത്സരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 3% വോട്ട് മാത്രമാണ് ലഭിച്ചത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ ഈ നാഷണൽ പീപ്പിൾസ് പവർ, ഈ മുന്നണി വലിയ ക്ലെയിമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വെച്ചിരുന്നത്, ഞങ്ങൾ ഏറ്റവും വലിയ കക്ഷിയാകും എന്ന് അവർ അവകാശപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 3 സീറ്റ് മാത്രമാണ് ആ സഖ്യത്തിനുണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും ചെറിയ ജനപിന്തുണ മാത്രമാണ് ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഈ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഈ മുന്നണിക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ ഡ്രമാറ്റിക് ആയിട്ട് ഈ 5 വർഷത്തിനിടയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ദസനായകയ്ക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് അവിടുത്തെ സാമ്പത്തിക അരാജകത്വം അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളുണ്ടായ പാളിച്ച, അതുണ്ടാക്കിയ ക്രൈസിസ്, ദാരിദ്ര്യത്തിലേക്ക് കൂടുതൽ ആളുകൾ വഴി പിന്തള്ളപ്പെട്ടത്, ടാക്സേഷനിലുണ്ടായ വർധന, അവശ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ വർധന, ഇതൊക്കെ വലിയ ക്രൈസിസ് ആയിട്ടാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഒരുപക്ഷെ ഈ JVP നേതൃത്വം നൽകുന്ന ഈ സഖ്യത്തിന് സാധിക്കും എന്നൊരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടാക്കി എന്ന് വേണം കരുതാൻ. ഇതുണ്ടാക്കാൻ പാകത്തിൽ എന്തൊക്കെയാണ് ദസനായകയുടെ പാർട്ടിയും മുന്നണിയും മുന്നോട്ട് വച്ചത്? ദസനായകയുടെ പാർട്ടിയും മുന്നണിയും മുന്നോട്ട് വെച്ചതിനേക്കാൾ ഉപരിയായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് അവിടെ ഉണ്ടായ ഒരു വലിയ ക്രൈസിസിൻ്റെ സൃഷ്ടിയാണ് ഇത് എന്ന് പറയുന്നത്. ആ ക്രൈസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം 2019 വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് മഹിന്ദ രാജപക്സെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗോതബയ രാജപക്സെയും അധികാരത്തിൽ വരുന്നത്. അങ്ങനെ അധികാരത്തിൽ വരുന്നത് ഒരു പശ്ചാത്തലം. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം 2015 സിരിസേനയുടെ നേതൃത്വത്തിൽ റാനിൽ വിക്രമസിംഘയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ദിസനായക വന്നതുപോലെ വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടാണ് സിരിസേന അധികാരത്തിൽ വരുന്നത്.
പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? സിരിസേനയും റാനിൽ വിക്രമസിംഗയും തമ്മിൽ ഭയങ്കര പോരാട്ടവും മത്സരം, ഭരണം ആകെ തകരുകയും തകരാൻ മാറുകയും ചെയ്തു. അതിനെ പിന്നെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ഉടനെ കോവിഡ് ഉണ്ടാകുന്നു, ഈസ്റ്റർ ബോംബിംഗ് ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളെല്ലാം ഉണ്ടായപ്പോഴാണ് അവിടുത്തെ സാമ്പത്തിക രംഗം തകരാറിലായത്. അപ്പോൾ ഈസ്റ്റർ ബോംബിംഗ് കൂടി ഉണ്ടായപ്പോൾ ഈ സുരക്ഷ വീണ്ടും ഒരു വലിയ പ്രശ്നമായി ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ വരികയും അതിനെ മുതലെടുത്തുകൊണ്ടാണ് മഹിന്ദ രാജപക്സ അല്ലെങ്കിൽ രാജപക്സ കുടുംബം 2019-20 നടന്ന പാർലമെന്റ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നതിന് ശേഷം തീർച്ചയായും 2015 വരെ ഗോതബയ രാജപക്സ ആ ഭരണം കുടുംബ ഭരണം പോലെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് തന്നെ ആവർത്തിച്ചു. അതായത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവർ വീണ്ടും ആ കുടുംബ ഭരണത്തിലേക്ക് പോവുകയും അവരുടെ തോന്നിയ തരത്തിൽ ഇപ്പം പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക, പത്രപ്രവർത്തകരെ കൊല്ലുക, പട്ടാളത്തിന് കൂടുതൽ അധികാരം നൽകുക, ഇവർക്ക് തോന്നുന്ന തരത്തിലുള്ള സാമ്പത്തിക നയങ്ങൾ, പിന്നെ ടാക്സ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ഓർഗാനിക് കൃഷി മാത്രം ഉപയോഗിക്കുക, ഈ മാതിരിയൊക്കെയുള്ള തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതോടൊപ്പം ഈ കോവിഡിന്റെ ഫലമായിട്ട് അവിടുന്ന് പിന്നെ ശ്രീലങ്കയിലെ ഒരുപാട് ജോലി ചെയ്യുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടായ വിദേശ നാണ്യ പ്രതിസന്ധി ഉണ്ടാകുന്നു. പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു, ഭക്ഷ്യത്തിന് വിലക്കയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിന് വിദേശ നാണ്യത്തിന്റെ കരുതൽ ശേഖരം ഇല്ലാതാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് പോയപ്പോഴാണ് അവിടെ പിന്നെന്താണ് കുട്ടികൾക്ക് പേപ്പറും മഷിയും വാങ്ങിക്കാൻ പോലും പൈസയില്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ല, അരിയിലെ ഭക്ഷണം ലഭ്യമല്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധി ഉണ്ടായ സന്ദർഭത്തിലാണ് ഈ ജനതാ അരകാലയ എന്ന് പറയുന്ന ഈ JVP ഉൾപ്പെടെ ദേശനായക ഉൾപ്പെടെയുള്ള ആളുകൾ മുമ്പിൽ നിന്ന് ഈ വലിയ പ്രക്ഷോഭം നയിക്കുകയും അങ്ങനെ അതായത് എപ്രകാരം പ്രതീക്ഷാ നിർഭരമായി വീണ്ടും അധികാരത്തിൽ വന്ന രാജപക്സ ഭരണകൂടം സ്വേച്ഛാധിപത്യ ഭരണകൂടമാവുകയും അതിൽ പിന്നെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ അവർ ആ രാജ്യം വിട്ട് ഗോതബയ രാജപക്ഷയ്ക്ക് രാജ്യം വിട്ട് തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ അപ്രകാരം ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി പിന്നെ കാഴ്ചവെച്ച ഒരു പുതിയ രാഷ്ട്രീയമാണ് ഈ ഇദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അധികാരത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മളിപ്പോൾ പത്രങ്ങളെല്ലാം പറയുന്നത് ഇതാ ശ്രീലങ്ക ചുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ കഥയുണ്ടെന്ന് എനിക്ക് വാസ്തവത്തിൽ തോന്നുന്നില്ല. കാരണം ഇവർ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ, അതായത് ഈ വിപ്ലവത്തിലൂടെ, സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ ഈ ശ്രീലങ്ക മോചിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 71-ലും 87-89 കാലഘട്ടങ്ങളിലും ഇവർ സായുധ വിപ്ലവം നടത്തി 50,000-ഓളം ആളുകൾ അത് കൊല്ലപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഇത് നടക്കൂല, ഈ സായുധ വിപ്ലവത്തിലൂടെ ഈ മോചനം സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായപ്പോഴാണ് 90-കൾ മുതൽ അവർ പാർലമെന്ററി രാഷ്ട്രീയം തിരഞ്ഞെടുത്തത്. അപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയം എന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയാൻ്റെ അർത്ഥം അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ, ഇപ്പോൾ അദ്ദേഹം 2005 ചന്ദ്രിക കുമാരതുംഗയുടെ മന്ത്രിസഭയിലെ, എന്നാൽ ചന്ദ്രിക കുമാരസ്വാമിയുടെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്നു. അദ്ദേഹം 2005 രാജിവെച്ചു. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം 2005 എന്തുകൊണ്ടാണ് രാജിവെച്ചത്? 2004 സുനാമി പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ സുനാമി പിന്നെ പ്രതിസന്ധി വലിയ മനുഷ്യ ദുരന്തമാണ് ഉണ്ടായത് ശ്രീലങ്കയിൽ. ആ ദുരന്തമുണ്ടായപ്പോൾ ചന്ദ്രിക കുമാരതുംഗയുടെ നേതൃത്വത്തിലുള്ള ഭരണം തമിഴ് വംശജരെ കൂടി ഉൾപ്പെടുത്തി ഈ സുനാമി പിന്നെ അതിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് പിന്നെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ആള് പിന്നെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ തമിഴ് വംശജരെ കൂടി ഉൾപ്പെടുത്തി പിന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സാർവദേശീയമെന്നും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുമെന്നൊക്കെ പറയുന്ന പ്രത്യയശാസ്ത്രത്തോട് അദ്ദേഹത്തിന് അത്രമാത്രം വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന എന്താണ്, ഇപ്പോൾ ഏതാണ്ട് 89 ബില്യൺ ഡോളറിൻ്റെ കടമാണ്, പൊതുക്കടമാണ് ആ രാജ്യത്തിനുള്ളത്. അതിൻ്റെ പകുതി ഏതാണ്ട് വിദേശ കടമാണ്. അപ്പോൾ ആ കടമൊക്കെ മാറ്റുക എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ക്ഷിപ്രസാധ്യമായ കാര്യമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് ഉടനെ എന്ന് പറഞ്ഞത്. ഞാനൊരു മാന്ത്രികനല്ല, എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ രൂക്ഷത മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രതിസന്ധി കടക്കുന്നതിന് ഇപ്പോൾ എന്താണ് IMF നൽകിയിരിക്കുന്ന 2.9 ബില്യൺ ഡോളറിൻ്റെ പിന്നെ സാമ്പത്തിക സഹായമാണ്. ആ സാമ്പത്തിക സഹായം നൽകണമെങ്കിൽ അദ്ദേഹം എന്ത് വേണം? അദ്ദേഹം അവർ പറയുന്ന കണ്ടീഷണാലിറ്റീസ് എല്ലാം അംഗീകരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, ഇപ്പോൾ ടാക്സുകൾ കുറയ്ക്കും, ശമ്പളം വർദ്ധിപ്പിക്കും, ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ വില കുറഞ്ഞ തരത്തിൽ ലഭ്യമാക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഒരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണിന് അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഉപാധികളുണ്ട്, കണ്ടീഷണാലിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഈ കണ്ടീഷണാലിറ്റീസ് എന്തിനാണ് വെക്കുന്നത്? അവർക്ക് പൈസ തിരിച്ചു കിട്ടണം. അവർക്ക് പൈസ തിരിച്ചു കിട്ടാനുള്ള രീതിയിലുള്ള നയങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ പൈസ അവർ കൊടുക്കില്ല. അപ്പോൾ ഇദ്ദേഹം വീണ്ടും നേരിടാൻ പോകുന്നത് എന്താണ്? നിലവിൽ പിന്നെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി അത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുടെ കാര്യത്തിൽ, ലഭ്യതയുടെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ആ പ്രതിസന്ധിയുടെ സൃഷ്ടി കൂടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്കാണ് ദേശനായക അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പ്രശ്നം പിന്നെ പരിഹരിക്കപ്പെടാൻ, അതായത് ഈ IMF മുൻപോട്ട് വെച്ചിരിക്കുന്ന ഉപാധികളോട് കൂടിയിട്ടുള്ള നടപടികൾ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ അദ്ദേഹവും ഈ രാജപക്സമാരെ പോലെയോ അല്ലെങ്കിൽ റാനിൽ വിക്രമസിംഗയെ പോലെയോ വീണ്ടും ജനങ്ങളുടെ ശത്രുത ഏറ്റുവാങ്ങിക്കുന്ന ആളായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ഒരു സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ പാകത്തിൽ നടപടികളെടുക്കുക, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അവശ്യവസ്തുക്കളുടെ വില കുറയുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയുക, ടാക്സ് കുറച്ചു കൊടുക്കുക, അവരുടെ മേലുള്ള അമിതഭാരം കുറയ്ക്കുക. ഇത് രണ്ടും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് IMFുമായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നുള്ളതാണ്. IMFനെ പോലുള്ള സംഘടനകൾ ഏത് രാജ്യങ്ങൾക്ക് വായ്പ കൊടുത്താലും, പ്രത്യേകിച്ച് ഇതുപോലെ പാപ്പരാവുകയോ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോവുകയോ സ്വന്തം കടത്തിൻ്റെ തിരിച്ചടവ് മുടങ്ങുകയോ ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വീണ്ടും സാമ്പത്തിക സഹായം നൽകുമ്പോൾ അവർ കൃത്യമായിട്ട് ചെലവ് ചുരുക്കൽ, ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. ഇത് റീനെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ആ നിലയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രതിച്ഛായ, അതിപ്പോൾ നേരത്തെ മൈത്രിപാല സിരിസേനയുടെയും റനിൽ വിക്രമസിംഗയുടെയും കാര്യം 2015 താങ്കൾ സൂചിപ്പിച്ചു. വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് വളരെ പെട്ടെന്ന് ആ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ആ ഒരവസ്ഥയിലേക്ക് മാറാനുള്ളൊരു സാധ്യത ദസനായുടെ മുമ്പിലും ഉണ്ട് എന്ന് നമ്മൾ കരുതണം. ഉദാഹരണമുണ്ട്. കാരണം ഇപ്പോൾ ഗ്രീസിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അപ്പോൾ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സിപ്രസ് സംതിങ് ലൈക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു കക്ഷിയാണ് അധികാരത്തിൽ വന്നത്. ആ കക്ഷി അധികാരത്തിൽ വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ IMFിൻ്റെ ഉപാധികൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പുതിയ റീനെഗോഷിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പാർട്ടി അധികാരത്തിൽ വന്നത്. അവർ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും പിന്നെ IMF വേൾഡ് ബാങ്കും ആ ലോണിൻ്റെ കാര്യത്തിൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ആ മന്ത്രിസഭ പിന്നെന്താണ് വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള വ്യക്തിയായിരുന്നു ധനകാര്യമന്ത്രി. അദ്ദേഹം രാജിവെക്കുകയും അതായത് വിട്ടുവീഴ്ച ചെയ്യുന്നു. ഈ IMFിൻ്റെ മുമ്പിൽ പ്രധാനമന്ത്രി വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നതുകൊണ്ട് ആ ധനകാര്യമന്ത്രി രാജിവെക്കുകയും പിന്നെ ക്രമേണ ആ ഭരണകൂടം തന്നെ തകർന്നുപോയി. ഈ ഗ്രീസിലെ ഭരണകൂടം തന്നെ തകർന്നുപോയി. അതിന് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടെന്താ? പാകിസ്ഥാനിലും ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടുത്തെ ധനകാര്യമന്ത്രി മാരത്തോൺ ചർച്ചകളാണ് IMFുമായിട്ട് വേൾഡ് ബാങ്കുമായിട്ട് നടത്തിയത്. അവരൊരു വിട്ടുവീഴ്ച ചെയ്തില്ല. കാരണം എന്താണ്? അവർക്ക് ചില ഉപാധികളുണ്ട്. ആ ഉപാധികളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കാരണം പൈസ കിട്ടിയേ പറ്റും. കാരണം വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഈ പിന്നെ അറൗണ്ട് $3 ബില്യൺ കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ $4 ബില്യൺ സാമ്പത്തിക പ്രശ്നം അപ്പോൾ ഇന്ത്യ സഹായിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് വലിയ സഹായം കിട്ടിയാൽ മാത്രമേ ഈ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെ പിന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക സഹായം സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷേ ആ ചെറിയ വിട്ടുവീഴ്ചകൾ കൊണ്ട് നേരെയാകുന്നതല്ല പിന്നെ ശ്രീലങ്കയുടെ സമ്പദ് വ്യവസ്ഥ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഈ പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. തിരിച്ചടവുകളുണ്ട്, അവിടുത്തെ പിന്നെന്താണ് വിദേശ നാണ്യ ശേഖരത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേടണമെങ്കിൽ സ്വാഭാവികമായിട്ടും IMFിൻ്റെ ഈ ലോൺ കിട്ടിയേ പറ്റത്തുള്ളൂ. അത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അഭിപ്രായം, അതായത് ഗ്രീസിൻ്റെയും പാകിസ്ഥാൻ്റെയും അനുഭവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതങ്ങളൊന്നും ഈ കാര്യത്തിൽ കാണിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. റൈറ്റ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ചൈനയുടെ ഒരു സഹായമാണ്. ചൈന വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്യുകയും അവിടെ ഹമ്പൻടോട്ട തുറമുഖമൊക്കെ പാട്ടത്തിനെടുക്കുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാം.
ഈ ദശനായകയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ തോതിൽ ഫണ്ട് ചൈനയിൽ നിന്ന് ലഭിച്ചു എന്നുള്ള ആക്ഷേപം ഇതിനകം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയോടുള്ള നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം അവിടെ നിൽക്കുന്നു. അതേ സന്ദേഹം ഇന്ത്യയുടെ കാര്യത്തിലുമുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ അദാനി അവിടെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നതിന് മുൻപോട്ട് വച്ചിരിക്കുന്ന പദ്ധതി അദ്ദേഹം സ്ക്രാപ്പ് ചെയ്യും എന്ന് ദശനായക പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ശ്രീലങ്കയുടെ ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ വലിയ തോതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ശ്രീലങ്കയ്ക്ക് ഉണ്ടാവില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുണ്ട്. എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഈ രണ്ട് രാജ്യങ്ങളോടുള്ള ഇന്ത്യയോടും ചൈനയോടുള്ള ഒരു നിലപാട് എന്തായിരിക്കും ദശനായകയുടെ എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇതിനകത്തിപ്പോ അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന അദ്ദേഹം ഒരു സാൻഡ്വിച്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വാസ്തവം പറഞ്ഞാൽ ദിസനായകൻ ശ്രീലങ്കയല്ല. കാരണം ഈ രാഷ്ട്രീയ പ്രതിസന്ധിയും സുരക്ഷാപരമായ പ്രതിസന്ധിയിലൊക്കെ സാൻഡ്വിച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ ദിസനായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പ്രതിസന്ധിയിൽ നിന്ന് മുറിച്ച് കടക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഈ രണ്ട് രാജ്യങ്ങളും വേണം, ചൈനയും വേണം, ഇന്ത്യയും വേണം. ഈ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടത്തുന്ന പ്രസ്താവനകളും അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ വലിയ ഗജാന്തരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ഈ വലിയ ജനത വിനബന്ധനം എന്ന് പറയാൻ കഴിയത്തില്ല. ഒന്നാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് 42% വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ. എന്ന് പറഞ്ഞാൽ 42% ആളുകളാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. അത് കഴിഞ്ഞ് എന്താണ് ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റത്തിലാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ 42% ജനങ്ങളുടെ മാത്രം പിന്തുണയുള്ള ഒരു ഭരണാധികാരിക്ക് ആ പിന്തുണ നിലനിർത്തണമെങ്കിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, അതായത് ചൈനയിൽ നിന്നും, ജപ്പാനിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, IMF-ൽ നിന്നും, അമേരിക്കയിൽ നിന്നും ഒക്കെ സാമ്പത്തിക സഹായം പരമാവധി നേടിയെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ അധികാര കസേരയിൽ അദ്ദേഹത്തിന് ഉറച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, പ്രത്യയശാസ്ത്രപരമായി ഈ ചൈനയോട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ട്. അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് അതിനോട് അനുഭാവമുണ്ട് എന്നുള്ളതായിട്ട് സംശയമില്ല. പക്ഷേ ദിസനായകയെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയ രാജ്യമാണ് ഇന്ത്യ. കൃത്യമായി ഇത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ദിസനായകയെ ഫെബ്രുവരിയിൽ തന്നെ, തെരഞ്ഞെടുപ്പിന് എത്രയോ മുമ്പ് തന്നെ ഇന്ത്യയിൽ ക്ഷണിച്ചു വരുത്തി അദ്ദേഹവുമായി നമ്മുടെ ഭരണകൂടം ചർച്ച നടത്തുകയും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചർച്ച നടത്തിയും അജിത് ഡോവൽ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ചർച്ച നടത്തിയും അദ്ദേഹം കേരളത്തിൽ വരെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇദ്ദേഹം അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു നടത്തിയതും. അദ്ദേഹവും സ്വാഭാവികമായിട്ടും ഇന്ത്യ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ശ്രീലങ്കയെ കോളനിയാക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. 1987 ഉണ്ടാക്കിയ ഇന്ത്യ ശ്രീലങ്ക കരാറിനെ എതിർത്ത ആളാണ്. ഇന്ത്യ 1987 ഇന്ത്യ ശ്രീലങ്ക കരാറിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ 13ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ എതിർക്കുന്ന ആളാണ്. അതായത് തമിഴ് വംശജർക്ക് പ്രത്യേകമായ കൂടുതൽ അധികാരങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല, അവിടുത്തെ ഭൂമിയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഓട്ടോണമി കൊടുക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരനാണ്. അതുകൊണ്ടാണ് ഈ ദിസനായകയെ വാസ്തവത്തിൽ ഒരു സിംഹള വംശീയവാദി അല്ലെങ്കിൽ സിംഹള പക്ഷപാതി, വംശീയവാദി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, സിംഹള പക്ഷപാതി ആണ് അദ്ദേഹം എന്ന് അദ്ദേഹം നിഷേധിക്കാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വോട്ടെടുപ്പിൽ പ്രേമദാസയ്ക്കാണ് തമിഴ് വംശജരുടെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കൂടുതൽ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അത്തരം ജനവിഭാഗങ്ങൾക്ക് വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ഈ ദിസനായകയുടെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ചൈനയാണ് വലിയ സാമ്പത്തിക സഹായം നൽകിയ ഒരു രാഷ്ട്രം. അതുകൊണ്ടാണ് വലിയ പ്രതിസന്ധിയിലൊക്കെ വീണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളുണ്ട്. അതിനകത്ത് വസ്തുതയൊന്നുമില്ല. ചൈന കൊടുത്ത അത്രയും തുക തന്നെ ജപ്പാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1976 മുതൽ ഇവർ IMF-ൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും കടമെടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് 1978 മുതൽ ആരംഭിച്ച പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് വാസ്തവത്തിൽ അതിനു മുമ്പേ നമ്മൾ പോകേണ്ടതുണ്ട് വാസ്തവത്തിൽ. കാരണം ഈ അവിടെ വന്ന കോളനി ഭരണാധികാരികൾ അവിടെ നിലനിന്നിരുന്ന കാർഷിക വ്യവസ്ഥയൊക്കെ നശിപ്പിച്ചുകൊണ്ട് നാണ്യവിളകളിലേക്ക്, അത് ഏലത്തിലും കാപ്പിയിലും കുരുമുളകിലും ഒക്കെ കൃഷി മാറ്റിയതിൻ്റെയൊക്കെ കൂടെ ഫലമാണ് വാസ്തവത്തിൽ ശ്രീലങ്കയിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യം. പിന്നെ അവർ സൃഷ്ടിച്ച ഈ വംശീയമായ നിലപാടുകൾ തമിഴ് ഭാഷയെ അല്ലെങ്കിൽ തമിഴ് പൗരന്മാരെ രണ്ടാം തരം പൗരന്മാരാക്കാനുള്ള ശ്രമം, അത് 1948 ആ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ആരംഭിച്ചാണ്. അങ്ങനെ കോളനി ഭരണകൂടം നടത്തിവെച്ച കുഴപ്പങ്ങൾ വംശീയ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ച അവിടുത്തെ UNP-യും SLP ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒക്കെ സൃഷ്ടിച്ചു വെച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതുപോട്ടെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചൈന സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ജപ്പാൻ നൽകിയിട്ടുണ്ട്, ലോകബാങ്ക് നൽകിയിട്ടുണ്ട്. ഈ ചൈന മാത്രം കൊടുത്തുകൊണ്ടാണ് ഈ കുഴപ്പമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വസ്തുതാപരമായ പരാമർശമല്ല വാസ്തവത്തിൽ.
അതാണ് ഒരു ഭാഗത്ത്. അപ്പോൾ ചൈന സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യ ചൈന സംഘർഷങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം കൂടുതൽ ഒട്ടി നിൽക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ വിദേശ നയത്തോടുള്ള എതിർപ്പ് ചൈനയ്ക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അവർ ദക്ഷിണേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെയും അവരുടെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ട്, ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ച് വളരെ സുപ്രധാനപ്പെട്ട മേഖലയാണ്. അവരുടെ ഇന്ധന സുരക്ഷ, എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും അവരുടെ സാമ്പത്തിക ശക്തി മെച്ചപ്പെടുത്താനും അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനും എണ്ണ കൊണ്ടുവരാനും ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട സീ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇന്ത്യൻ ഓഷൻ. അപ്പോൾ ആ ഇന്ത്യൻ ഓഷനിൽ ഇപ്പോൾ തന്നെ അവരുടെ നാവിക ശക്തി വളരെയധികം ശക്തിപ്പെടുത്തുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് സുരക്ഷിതമായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മാലദ്വീപിൽ അവർ ബന്ധം ശക്തിപ്പെടുത്തുന്നുണ്ട്. ജിബൂട്ടിയിൽ, ആഫ്രിക്കയിലെ ഇതിൻ്റെ ഒരു മുനമ്പിൽ നിൽക്കുന്ന ജിബൂട്ടിയിൽ അവർ മിലിറ്ററി ബേസ് സ്ഥാപിച്ചു കഴിഞ്ഞു. ശ്രീലങ്കയിൽ ഹമ്പൻടോട്ട തുറമുഖം 99 വർഷത്തേക്ക് അവർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചിറ്റഗോങ്ങിൽ അവരത് സ്ഥാപിക്കണം. നമ്മൾ ഈ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്നൊക്കെ പറയുന്ന ആശയത്തിലൂടെ അവർ അവരുടെ സുരക്ഷ, സെക്യൂരിറ്റി ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രീലങ്കയെ ഒരു കാരണവശാലും അവർക്ക് വിടാൻ കഴിയത്തില്ല. ശ്രീലങ്കയ്ക്ക് അത് മഹിന്ദ രാജപക്സെ ഇരുന്നപ്പോഴാവട്ടെ, ഇപ്പോൾ ഈ ദിസനായക വന്നപ്പോഴാവട്ടെ, ചൈനയോടുള്ള സൗഹൃദം തുടരും. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് സൗഹൃദം കാട്ടാൻ ദിസനായകയ്ക്ക് ഇപ്പോൾ കഴിയില്ല. കാരണം ഒരു വലിയ ആപൽഘട്ടത്തിൽ ആ രാജ്യത്തെ സഹായിക്കാൻ ഇന്ത്യ വളരെ ശക്തമായി മുന്നോട്ട് വന്നു. അത് കോവിഡിൻ്റെ സമയത്താണെങ്കിലും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിലും ഇന്ത്യ മുമ്പോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ ടോണിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ടും അദ്ദേഹം ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്, പക്ഷേ അവിടെ ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 13ാം ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇപ്പോഴും തമിഴ് വംശജർക്ക് അനുകൂലമല്ല. അത് വാസ്തവത്തിൽ ഇന്ത്യ വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഈ ബന്ധങ്ങൾ എപ്രകാരം മുന്നോട്ട് പോകുമെന്നുണ്ടെങ്കിൽ നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണേണ്ട കാര്യമാണ്. റൈറ്റ്. മറ്റു കാര്യമുള്ളത്, ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. പാർലമെൻറ്റ് ഇപ്പോൾ അദ്ദേഹം ഡിസോൾവ് ചെയ്ത് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഈ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയും പൂർണ്ണമായി പാർലമെൻറ്റിൻ്റെ കൂടെ പിന്തുണ അദ്ദേഹത്തിന് ഉറപ്പാക്കുകയും ചെയ്യാൻ സാധിച്ചാൽ മാത്രമല്ലേ ഒരു സുഗമമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ദസനായക്ക് സാധിക്കുകയുള്ളൂ. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 45 ദിവസത്തിനുള്ളിൽ മിക്കവാറും അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പാർട്ടിയിൽ തന്നെ ഹരിണി എന്ന് പറയുന്നവരെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം നിയമിച്ചു കഴിഞ്ഞു. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ 3 ആളുകളാണ് ഈ NPPക്ക് ഉള്ളത് പാർലമെന്റ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ പാർലമെന്റിന്റെ ഭൂരിപക്ഷം നേടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി ഈ ഭരണങ്ങൾ, അദ്ദേഹം പറഞ്ഞ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഇല്ലാതാക്കി പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം നടക്കണമെങ്കിൽ പാർലമെന്റ് പിരിച്ചുവിടുകയും പാർലമെന്റിൽ ഈ 3/2 ഭൂരിപക്ഷം, ഏറ്റവും ചെറിയത് ഭൂരിപക്ഷമെങ്കിലും അദ്ദേഹത്തിന് കിട്ടുകയും വേണം. അപ്പോൾ അത് സാധ്യമാണോ ഇല്ലയോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ സൂചിപ്പിക്കും. ഇപ്പോൾ ഒരു പക്ഷേ 45 ദിവസത്തിനുള്ളിൽ അദ്ദേഹം കുറച്ച് ജനാഭിമുഖ്യപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ഇദ്ദേഹം ഒരു കാര്യമുള്ളത്, അദ്ദേഹം കറപ്റ്റഡ് അല്ല. അതായത് കറപ്ഷനെതിരായിട്ട്, കുടുംബാധിപത്യത്തിനെതിരായിട്ടൊക്കെ ജനങ്ങളുടെ ഒരു ചിന്തയുടെ ഫലം കൂടിയിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിക്കൂടായില്ല. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം കിട്ടുകയാണ് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ. അത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നാണെങ്കിലും ഈ ഭരണപരിഷ്കാരം നടപ്പിലാക്കണമെന്നാണെങ്കിലും ഈ പറഞ്ഞ തരത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കണം. അത് അദ്ദേഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ നമുക്കറിയാം, ഈ പാർലമെന്റിൽ ഒരു പക്ഷേ ഭൂരിപക്ഷം കിട്ടാം. കാരണം വെച്ചാൽ ഈ ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുടെ, അതല്ലെങ്കിൽ മഹിന്ദ രാജപക്സെയുടെ മകൻ നമൽ രാജപക്സെ നിന്നപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 4% താഴെ വോട്ട് മാത്രമേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഉള്ള 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒന്ന് പ്രേമദാസയുടെ ജനം ബേഗ എന്ന് പറഞ്ഞ പാർട്ടിയും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്, ഈ NPP JVP നേതൃത്വം നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 പ്രധാനപ്പെട്ട കക്ഷികളും തെരഞ്ഞെടുപ്പിൽ നേരിട്ടാൽ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിയേക്കാം. അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് സുഗമമായി ഈ രാജ്യം ഭരിക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് അദ്ദേഹം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ കുമാരതുംഗ ഫാമിലി, രജപക്സെ ഫാമിലി, അതുപോലെ പ്രേമദാസ ഫാമിലി,
വിക്രമസിംഗെ, ഇങ്ങനെ ഏതാണ്ട് ചില കുടുംബങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന ശ്രീലങ്കൻ രാഷ്ട്രീയം ഇങ്ങനെ അതിൻ്റെ അധികാര രാഷ്ട്രീയം ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിന്നിരുന്നത്. അതിൽ നിന്നൊരു വലിയ മാറ്റം ശ്രീലങ്കയിൽ ഉണ്ടാകുന്നു. ഒരുപക്ഷെ തുടർന്നും ഇതുപോലെയുള്ള മാറ്റത്തിനുള്ളൊരു കളമൊരുക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണാം. അത് എത്രത്തോളം അത് പിന്നെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം പ്രേമദാസ എന്ന് പറയുന്നത് മറ്റൊരു മുൻ പ്രസിഡന്റിന്റെ മകനാണ്. അദ്ദേഹം വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. അതുപോലെ തന്നെ അപ്രസക്തമായെങ്കിലും മഹിന്ദ രാജപക്സ കുടുംബം ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്. കാരണം അവർക്ക് തോക്കുമെന്ന് നന്നായിട്ട് അറിയാമെങ്കിലും അവർ മത്സരിച്ചതിന്റെ കാര്യം അവരുടെ അണികളെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം അവരൊരു വ്യവസായം നിർത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവരാ വ്യവസായം നിർത്താതെ നമൽ രാജപക്ഷയെ തന്നെ നിർത്തിയതിന്റെ കാര്യം അവരുടെ അണികളെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അത് ഇനി ഈ കുടുംബാധിപത്യം അവിടെ നിലനിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ദിസനായകയുടെ ഭരണമാണ്. അപ്പോൾ ദിസനായകി മെച്ചപ്പെട്ട തരത്തിൽ ഭരണം കാഴ്ചവെച്ചാൽ, കാരണം അത് ഈ ജനാധിപത്യത്തിന്റെ ഒരു വലിയ പിന്നെ പരാധീനതയാണ് കുടുംബങ്ങൾ രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു തരത്തിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, ജനങ്ങളുടെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ അതിനെ നമുക്ക് പിന്നെ കുടുംബാധിപത്യം എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം പിന്നെ കാലത്തെ സമ്പ്രദായമല്ല. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ അധികാരവും അതിൻ്റെ പദവികളും സ്വാധീനവും ഒക്കെ ഉപയോഗിക്കുകയും മാധ്യമങ്ങളെ പിന്നെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ അധികാരത്തിൽ തുടരാൻ ഇന്നും ഈ നമ്മുടെ രാജ്യത്ത് കഴിയുന്നൊരു സംവിധാനമുണ്ട് ലോകത്തൊട്ടാകെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എത്രയേ ഉള്ളൂ, ഇദ്ദേഹം അവിടുത്തെ ജനങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ മഹിന്ദ രാജപക്സയുടെ സമയത്ത് നടന്ന ഒരു സമരത്തിൽ പങ്കെടുക്കാൻ UK നിന്ന് വന്ന ഒരാൾ എയർപോർട്ടിൽ വെച്ച് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് 2019 ഈ മഹിന്ദ രാജപക്സയെ വീണ്ടും തെരഞ്ഞെടുത്തത്. അത് വലിയ തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നി. ഇനി ഒരു കാലത്തും ഞങ്ങൾ ഈ രാജപക്സമാർക്ക് വോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പുതിയൊരു രാഷ്ട്രീയത്തിന്റെ ആവശ്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു, അതായത് UNP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ചു വന്നിട്ടാണ് സജിത് പ്രേമദാസ പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട്, കുടുംബങ്ങളെ അല്ല. പിന്നെ കാരണം ഈ ജനതാ അരകാലയ എന്ന് പറയുന്ന ജനകീയ പ്രക്ഷോഭത്തിൽ പിന്നെ ദിസനായകയ്ക്കൊപ്പം പിന്നെ ഇദ്ദേഹവും ഉണ്ടായിരുന്നു, പ്രേമദാസയും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ജനകീയ പോരാട്ടങ്ങളിലൂടെ പിന്നെ ഉയർന്നു വന്ന നേതാക്കന്മാരാണ് ശരിക്കും ഇവർ രണ്ടുപേരും. അതുകൊണ്ട് പുതിയ രാഷ്ട്രീയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് ഇദ്ദേഹത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ താങ്കൾ നേരത്തെ കാര്യം സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ ശ്രീലങ്കയിലെ വംശീയ വിഷയങ്ങളിൽ, വംശീയ പ്രശ്നത്തിൽ, ഈ തമിഴ് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ഒക്കെ ഒരു പൊതുഭൂരിപക്ഷ വികാരത്തിനൊപ്പം നിൽക്കുന്ന അഭിപ്രായങ്ങളാണ് ദസനായക പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒരു പരിധിവരെ സിംഹള ഭൂരിപക്ഷത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന സമീപനമാണുള്ളത്. ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയൊക്കെ പറയുമ്പോൾ പോലും വംശീയ വിഷയത്തിൽ സിംഹള ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്നൊരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളത്. ഇപ്പോൾ LTTE ഇല്ലാതാക്കാൻ നടക്കുന്ന യുദ്ധങ്ങളുടെ കാലത്തൊക്കെ അതിനെ അപലപിക്കാനോ അല്ലെങ്കിൽ അത് അതിക്രമമാണ്, അല്ലെങ്കിൽ ഈ ആക്രമണം ന്യൂനപക്ഷങ്ങളുടെ മേൽ നടത്തുന്നത് ശരിയല്ല എന്ന് പറയാനോ ഒന്നും JVP തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയം, ഈ ഒരു കാര്യം ശ്രീലങ്കയെ സംബന്ധിച്ച് ഈ തമിഴ് വംശജരെയും മുസ്ലിങ്ങളെയും ഒക്കെ അവർ കണക്കിൽ ന്യൂനപക്ഷമാണെങ്കിൽ പോലും ആ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ മുന്നോട്ടുപോക്കൽ അല്ലെങ്കിൽ സാമൂഹികമായ മുന്നോട്ടുപോക്കൽ വളരെ നിർണായകമായ സാന്നിധ്യമുള്ള വിഭാഗങ്ങളാണ് ഇവരൊക്കെ. ഇവരെ അഡ്രസ്സ് ചെയ്യുക, ഇവരോട് കുറെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അവർക്ക് അധികാര ഘടനകളിൽ പ്രാതിനിധ്യം കൊടുക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ദസനായക അദ്ദേഹത്തിൻ്റെ മുൻനിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യും എന്ന് പ്രതീക്ഷിക്കാമോ? അവരുടെ രാഷ്ട്രീയ ജീനുകളിൽ, JVPയുടെ രാഷ്ട്രീയ ജീനുകളിൽ ഈ പിന്നെ തമിഴ് വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം, എനിക്ക് വോട്ട് ചെയ്തവരുമുണ്ട്, വോട്ട് ചെയ്യാത്തവരുമുണ്ട്. എന്നാൽ ഞാനിപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന സ്ഥിതിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും ഞാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള അത് മുഖവിലേക്ക് എടുക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ രാഷ്ട്രത്തിൽ പിന്നെ സംഘർഷങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഉടലെടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ശ്രീലങ്ക ഇപ്പോൾ എത്തിപ്പെട്ട പിന്നെ സാഹചര്യത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് 10-30 വർഷം നീണ്ടു നിന്ന ആഭ്യന്തര കലാപം തന്നെയാണ്.
അപ്പോൾ അങ്ങനെ രണ്ട് വിഭാഗങ്ങളായി മാറി, അല്ലെങ്കിൽ 3 വിഭാഗങ്ങളായിട്ട് മാറി നിന്നുകൊണ്ട് ജനങ്ങൾ ഭിന്നിച്ച് നിന്നു കഴിഞ്ഞാൽ അവിടെ ആഭ്യന്തര സംഘർഷങ്ങളുണ്ടാകും. അതിനെ തുടർന്ന് ഈസ്റ്റർ ബോംബിങ് പോലെയുള്ള സംഘർഷങ്ങളുണ്ടാകും. അതായത് പുറത്തു നിന്നുള്ള ശക്തികൾക്ക് ആ രാജ്യത്ത് കടന്നു കയറി കൂടുതൽ സംഘർഷം ഉണ്ടാക്കാനുള്ള സാഹചര്യം വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്നതായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരണാധികാരിയായിട്ടിരിക്കുന്ന ആൾ സ്വേച്ഛാധിപതിയായിട്ട് മാറും. അദ്ദേഹം പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കും, മാധ്യമങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും, ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും. അങ്ങനെ ഏകാധിപതിയായിട്ട് മാറും. JVPയുടെ പ്രത്യയശാസ്ത്രത്തിൽ, അതായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അവർക്ക് ജനാധിപത്യത്തോടല്ല വലിയ താല്പര്യം, നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ രാഷ്ട്രീയ ജീനുകളിൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ അത് പുറത്തെടുക്കുക, അതൊക്കെ മാറി. 90-കൾക്ക് ശേഷം അവർ പാർലമെന്ററി ജനാധിപത്യ മാതൃകയിലേക്ക് വന്നു. അപ്പോൾ അത് അവർ തെളിയിക്കേണ്ട, അതായത് അവർ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം, ജനാധിപത്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈക്വാളിറ്റിയാണ്, തുല്യതയാണ്. ഓക്കെ സാർ, താങ്കൾ പറഞ്ഞു വന്നത് ഈ നയനിലപാടുകളുമായിട്ട് ദസനായകയ്ക്ക് ഒരു അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ നിലയ്ക്ക് ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നയങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നുള്ള സൂചന ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വംശീയ വിഭാഗങ്ങളോടുള്ള നിലപാടുകളിലും വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം തയ്യാറാകേണ്ടി വരും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതാണ് ആരൊരു ഉദാഹരണം ഞാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പറയാം. താങ്കൾ സൂചിപ്പിച്ചു, പിന്നെ അദാനിയുടെ വിൻഡ് എനർജി പ്രോജക്റ്റ് മാന്നാറിലും മറ്റൊക്കെയുള്ള പ്രോജക്റ്റ് ഉണ്ട്. 484 ബില്യൺ ഡോളറിൻ്റെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് അതിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്. നിരന്തരമായി അതിനെ എതിർക്കുമായിരുന്നു. അതിന് പരിസ്ഥിതി പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്. ഇത് ഞാൻ അദ്ദേഹം ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞില്ല, റീനെഗോഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ കാരണം ഈ ഭരണകൂടം ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്നു. ഇത് ശ്രീലങ്കയ്ക്ക് ഗുണകരമല്ല, അതുകൊണ്ട് ഇത് റീനെഗോഷിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള, അതായത് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം റീനെഗോഷിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇനി അത് എത്രത്തോളം അദ്ദേഹം അതിനകത്ത് കടുംപിടുത്തം പിടിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ അധികാരത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു റെട്രിക്കും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഉള്ള റിയാലിറ്റിയും രണ്ടാണ്. അപ്പോൾ ഒരുപാട് കോംപ്രമൈസുകൾക്ക്, അതായത് വോട്ടിലൂടെ അധികാരത്തിൽ വരികയും നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ ഒരുപാട് കോംപ്രമൈസുകൾ, അതായത് വോട്ട് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുപാട് കോംപ്രമൈസുകൾക്ക് വിധേയമാകേണ്ടി വരും. അതാണ് ഈ എല്ലാ പാർട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി. അപ്പോൾ അതുകൊണ്ട് കോംപ്രമൈസുകൾ ചെയ്ത് അതേസമയം തന്നെ ജനങ്ങൾക്ക് ഗുണം നൽകുന്നു എന്ന ഉറപ്പ് വരുത്തുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ദിസനായകയുടെ മുമ്പിൽ ലഭിച്ചത്. അദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയല്ല അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് വെല്ലുവിളിയാണ് ലഭിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളിയെ അദ്ദേഹം എപ്രകാരം കൈകാര്യം ചെയ്യും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ശ്രീലങ്കയുടെയും ദിസനായകയുടെയും അവിടെ ഉയർന്നു വന്ന പുതിയ രാഷ്ട്രീയത്തിൻ്റെയും ഭാഗം. റൈറ്റ്, വളരെ നന്ദി ശ്രീ ജോസഫ് ആൻ്റണി, ഞങ്ങളോട് വിശദമായി ഈ കാര്യങ്ങൾ സംസാരിച്ചതിന്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിലൂടെ പൂർത്തിയാകുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.